നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഹൃദയനൊമ്പരത്തോടെ ഐസക് ജോർജിന് വിട. അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവനേകിയ ഐസക് ജോർജിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ആയിരങ്ങൾ. കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഐസക് ജോർജിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം. വീട്ടിലുണ്ടായിരുന്നവരും ലോറി ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ 10 അടി കാഞ്ഞുവയലിന് സമീപമായിരുന്നു അപകടം. പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. 40 വർഷത്തിന് ശേഷം KSRTC കോടികൾ ലാഭത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും മന്ത്രി. പെരുമൺ പേഴുംതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാലത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നും മന്ത്രി. വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി മൺട്രോതുരുത്തിൽ മന്ത്രിയുടെ സന്ദർശനം. വിശദമായ വാർത്തകളിലേക്ക്. ഹൃദയനൊമ്പരത്തോടെ ഐസക് ജോർജിന് വിട നൽകി നാട്. അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവനേകിയ ഐസക് ജോർജിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഐസക് ജോർജിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവനേകിയ ഐസക് ജോർജിന് ഹൃദയനൊമ്പരത്തോടെ മാതൃനാടിന്റെ വിട. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഇരുചക്ര വാഹനങ്ങളിലടക്കം 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഐസക്കിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മാതാവിന്റെ ഇടവകയായ കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെത്തിയത്. വിലാപയാത്ര കാത്ത് വലിയ ജനസമൂഹം പള്ളിയങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു. സംസ്കാര ശുശ്രൂഷകൾക്ക് കൊല്ലം ഭദ്രസ്ഥാനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് നേതൃത്വം നൽകി. വിശ്വാസത്തിലും ഒക്കെ പോയപ്പോഴും ഈ മകൻ വളരെ ഉറച്ച ശക്തിയായി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിലും പൗരാണിക പിതാക്കന്മാര് കൈമാറി തന്ന വിവിധ ഇടവകകളിലെ വൈദികർ, ഭദ്രാസനം കൗൺസിൽ അംഗങ്ങൾ, സഭാ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. PC വിശ്വനാഥ് MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജ് കൊല്ലം കൊട്ടാരക്കര സ്വദേശിയാണ്. ഐസക് ജോർജിന്റെ ഹൃദയം ഉൾപ്പെടെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28 വയസ്സുകാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഐസക് ജോർജിന്റെ ഹൃദയം നൽകിയത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ്, 2 നേത്രപടലങ്ങൾ തിരുവനന്തപുരം സർക്കാർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി, മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കാണ് നൽകിയത്. കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പള്ളിമുക്കിൽ വെച്ച് സെപ്റ്റംബർ 6 രാത്രി 8 മണിയോടെ ഐസക് നടത്തുന്ന പള്ളിമുക്കിലെ റെസ്റ്റോറന്റിന് മുൻവശത്തുകൂടി റോഡ് മുറിച്ചു കടക്കവേ ബൈക്കിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ ഉടൻ തന്നെ അടുത്തുള്ള കൊട്ടാരക്കര ആശുപത്രിയിലെത്തിക്കുകയും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. സെപ്റ്റംബർ 10 മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഞാൻ എല്ലാവരും പങ്കുചേരുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തെ സ്നേഹിച്ച് കൊതി തീരുന്നതിന് മുമ്പാണ് പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിപുലമായ സൗഹൃദത്തിൻ്റെ ആഴം ഈ നിമിഷങ്ങളിൽ, മണിക്കൂറുകളിൽ ഭവനത്തിലും ഈ ദേവാലയത്തിലുമൊക്കെയായി എത്തിയിട്ടുള്ള ആയിരക്കണക്കാകുന്ന ജനങ്ങളിൽ നിന്ന് തന്നെ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഗ്ലാസ് ദേഹത്തേക്ക് വീണ് പരിക്കേറ്റ ഓട്ടോ തൊഴിലാളിയുടെ ജീവിതം ദുരിതത്തിൽ. പാതിരിക്കൽ സ്വദേശി ഷെഫീഖിനായിരുന്നു പരിക്കേറ്റത്. നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഷെഫീഖിന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ലോഡിംഗിൽ പരിചയമില്ലാത്ത ഓട്ടോ തൊഴിലാളികളെ കൊണ്ട് ഗ്ലാസ് ലോഡ് ചെയ്യിച്ചതാണ് അപകടത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഷെഫീഖ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഡ്രൈവറായിട്ട് പോയിട്ട് അവിടെ ചെന്ന് ഗ്ലാസ് ഇറക്കുന്ന സമയത്ത് ഗ്ലാസ് മറിയുകയും അതിനെ സഹായിക്കാനായിട്ട് അവൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ്റെ കൈയും കാലും മുറിഞ്ഞ് ആശുപത്രിയിലായി. 1.5 ലക്ഷം രൂപയോളം അവന് ചെലവുണ്ട്. പരിചയമില്ലാത്തവരുടെ അശ്രദ്ധയെ തുടർന്നാണ് ഓട്ടോ തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റത്. പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളി പാതിരിക്കൽ സിനാൻ മൻസിൽ ഷെഫീഖിനായിരുന്നു പരിക്കേറ്റത്. പത്തനാപുരം കല്ലുകടവിൽ ഗ്ലാസ് കടയിൽ നിന്നും വാഹനത്തിലേക്ക് ഗ്ലാസ് കയറ്റുന്നതിനിടെ വലിയ ഭാരമുള്ള ഗ്ലാസുകൾ ഷെഫീഖിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു.
കൈകാലുകൾ ഒടിയുകയും മുറിവേൽക്കുകയും ശരീരമാസകലം ക്ഷതമേൽക്കുകയും ചെയ്തു. 2 ചെറിയ കുട്ടികളടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഷെഫീഖിന് ഇതോടെ തൊഴിലെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ 10 ദിവസത്തോളം ചികിത്സ നടത്തി. അവനെ നമ്മുടെ കണ്ടി വണ്ടി ഓടിക്കുന്ന പയ്യനാ. അവന് പണിക്ക് പോയി ഒന്നും പറ്റിയപ്പോൾ അമ്മനാളി കടയുടെ ഉടയൻ എത്ര നഷ്ടപരിഹാരമുണ്ടോ അത് കൊടുത്ത് സഹായിക്കണമെന്ന് എനിക്ക് പറയുള്ളൂ. അവന് വാടകയ്ക്ക് വയ്ക്കുമോ, 2 പിള്ളേരുണ്ട്, പഠിക്കുമോ, അങ്ങനത്തെ ജോലിയില്ല. 3-4 മാസം കൊണ്ട് വീട്ടിൽ കിടക്കുക. അതുകൊണ്ട് കുറേ കടകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറ്റി അതുകൊണ്ട് ദയവായിട്ട് പുള്ളി എന്തെങ്കിലും സമസ്യ പുള്ളി കടന്നു പോകാം. 1.5 ലക്ഷത്തിലധികം രൂപ ഇതിനായി ചിലവാക്കി. ലോഡിംഗിൽ പരിചയമില്ലാത്ത ഓട്ടോ തൊഴിലാളികളെ കൊണ്ട് ഗ്ലാസ് ലോഡ് ചെയ്യിപ്പിച്ചതാണ് അപകട കാരണമായി പറയുന്നത്. അപകടത്തിന് കാരണമായവർ യാതൊരു സഹായവും ചെയ്തില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 80 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപയാണ്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 80 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 81,520 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 10,190 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. കൊല്ലം മേരൂരിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞു. വീട് പൂർണ്ണമായും തകർന്നു. കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ ലോറിയാണ് മറിഞ്ഞത്. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം ഏരൂരിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞാണ് അപകടമുണ്ടായത്. വീട് പൂർണ്ണമായും തകർന്നു. ഏരൂർ കുളത്തൂപ്പുഴ റോഡിൽ കാഞ്ഞുവയലിന് സമീപമുള്ള വളവിലാണ് കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി രാത്രി 12 മണിയോടുകൂടി വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. 12:30 മണിയോടുകൂടി നടന്ന വലിയൊരു അപകടമാണിത്. ഇന്ന് രാവിലെ ആണ് ഞാനിത് അറിഞ്ഞത് തന്നെ. ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭാഗ്യവശാൽ ആ വീട്ടിലുള്ള 2 പേർക്ക് യാതൊരു പരിക്കുകളും സംഭവിച്ചിട്ടില്ല. 2 പേരും രക്ഷപ്പെട്ടു. പക്ഷേ ലോറിയിലെ ഡ്രൈവർക്ക് പരിക്കുകളുണ്ട്. അദ്ദേഹത്തെ സ്പോട്ടിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. കൊല്ലത്തു നിന്ന് വരുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ രാത്രി ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സൗണ്ട് കേട്ടോണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത്. രണ്ട് റൂമിന്റെ മുകളിലായി ലോറി വീണു. ഒരു 12 മണി വരെ ഉമ്മ ടി വിയും കണ്ടുകൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും. അത് കഴിഞ്ഞിട്ടായി പ്രശ്നം ഉണ്ടാവുന്നത്. ഭാഗ്യമുള്ളത് കൊണ്ട് 2 പേർക്കും ഒരു അപകടവും പറ്റിയില്ല. പിന്നെ ഇന്നലെ മുതലാളിമാർ വന്നിട്ട് വീടൊക്കെ പണിഞ്ഞു തരാമെന്ന് പറഞ്ഞു. കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറി വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമിക നിഗമനം. പുളിമൂട്ടിൽ വീട്ടിൽ ഭാത്തിമയുടെ വീടാണ് തകർന്നത്. ഞാൻ 12:15 വരെ അവിടെ ഇരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നൈറ്റിൽ പോയി കിടക്കാമെന്നും പറഞ്ഞു ഇങ്ങോട്ട് എണീറ്റപ്പോഴാണ് എല്ലാം കൂടെ ഇടിഞ്ഞിരിക്കുന്നു. ഞാൻ കിടന്നിടത്തോട്ട് വന്നില്ല. ഇത് മഴ വരുന്നില്ല, ഇടിയോ മഴയോ വരുന്നത് പോലെ വിചാരിച്ചു. ഇത് കഴിയുമ്പോൾ ചെറുക്കം കരുതും കൊണ്ട് ഓടിക്കൊണ്ട് വരുന്നു. അമ്മച്ചിയെ വിചാരിച്ച് ഞാൻ മരിച്ചു. ഒരു ഞൊടിയിടയിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഫാത്തിമയും മകനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. രാത്രി TV കാണുകയായിരുന്ന ഇവർ ശബ്ദം കേട്ട് വീടിന് വെളിയിലേക്ക് ഓടിയതിനാലാണ് അപകടം ഒഴിവായത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന് ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെയും ക്ലീനറെയും രക്ഷപ്പെടുത്തി. ആർക്കും ഗുരുതര പരിക്കില്ല. തുടർച്ചയായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. നമുക്കിവിടെ ഒരു സിഗ്നൽ ലൈറ്റോ മറ്റൊന്നും ഈ ഭാഗത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ PWDക്കാരുടെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റോഡിൻ്റെ സൈഡുകളിൽ പിന്നെ സിഗ്നൽ ലൈറ്റുകളോ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മലയോര മേഖലയിൽ മാട്ടിറച്ചിക്ക് തൊട്ടാൽ പൊള്ളും വില. അനുമതിയില്ലാതെയും ചട്ടങ്ങൾ ലംഘിച്ചും ഇഷ്ടമുള്ളപ്പോൾ തോന്നുന്ന വിലയാണ് കച്ചവടക്കാർ ഈടാക്കുന്നത്. ഈ വർഷം ആദ്യം 1 കിലോ ബീഫിന് 380 രൂപയായിരുന്നത് ഇപ്പോൾ 460-ലെത്തി. അലയമൺ, ഏരൂർ പഞ്ചായത്തുകളിൽ മുൻ വർഷങ്ങളിലെ തുകയേക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്കാണ് മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ പോയത്. എന്നാൽ ഇവിടങ്ങളിലാണ് ഇപ്പോൾ ഇറച്ചിക്ക് തോന്നും വിധം അമിത വില ഈടാക്കുന്നത്. കുളത്തൂപ്പുഴ, അഞ്ചൽ, ഇടമുളയ്ക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും മിക്കയിടത്തും വില 440 ആണ്. ചിലയിടങ്ങളിൽ 450 വരെ വാങ്ങുന്നവരുണ്ട്. 380-ൽ നിന്നും 400 പിന്നീട് 440, ഇപ്പോൾ 460 വരെയാണ് ഈടാക്കുന്നത്. വില വർധനവിനെതിരെ വ്യാപക പരാതികൾ ഉയരുമ്പോഴും നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഇനിയും ഉണ്ടായിട്ടില്ല. ചില പഞ്ചായത്തുകളിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പരാതിക്ക് പുറമെ
പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നതോടെ മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ എടുത്തവരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ വിലവർധനയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. മിക്ക പഞ്ചായത്തുകളിലും മാട്ടിറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ എടുത്തിരിക്കുന്നവർക്ക് ശാസ്ത്രീയമായി ഇറച്ചി വെട്ടുന്നതിനും സൂക്ഷിക്കുന്നതിനും സ്ലോട്ടർ ഹൗസുകൾ ഇല്ലാത്തവരാണ്. മറ്റിടങ്ങളിലെ സ്ലോട്ടർ ഹൗസുകളുടെ രേഖകൾ ഹാജരാക്കിയാണ് ഇവർ ഇറച്ചി സ്റ്റാളുകൾ ലേലത്തിൽ എടുത്തിരിക്കുന്നത്. മിക്കയിടങ്ങളിലും സ്ലോട്ടർ ഹൗസിന്റെ പേരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത മുറികളിലും സിമന്റ് തറകളിലുമിട്ടാണ് മാടുകളെ എത്തിച്ച് ഇറച്ചിയാക്കി മാറ്റുന്നത്. ഇവിടങ്ങളിലെ മാലിന്യങ്ങൾ പാതയോരങ്ങളിലും വനമേഖലയിലുമാണ് നിക്ഷേപിക്കുന്നത്. അടുത്തിടെ ഏരൂർ പഞ്ചായത്തിലെ പത്തടിയിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച അനധികൃത അറവുശാല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നു. അറവുശാലയിൽ നിന്നുള്ള മാലിന്യം ആളൊഴിഞ്ഞ വനപാതയിൽ നിക്ഷേപിക്കുന്ന പിക്കപ്പ് വാനും 2 പേരെയും വനംവകുപ്പ് പിടികൂടിയതും അടുത്തിടെയാണ്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ മാടുകളെ അറവുശാലകളിലെത്തിച്ച് ഇറച്ചിയാക്കി എത്തിക്കുമ്പോഴാണ് തൊട്ടാൽ പൊള്ളും വില ഇവർ ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. എന്നാൽ ജില്ലയിൽ മിക്കയിടത്തും ഇറച്ചിക്ക് 1 കിലോ 440 എല്ലായിടത്തും കുറച്ചാൽ ഇവിടെയും കുറയ്ക്കാൻ തയ്യാറാണെന്ന് ഏരൂരിലെ മാട്ടിറച്ചി വ്യാപാരികൾ പറയുന്നു. തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ മാട് വാങ്ങുന്നത്. മാട് വാങ്ങുന്നിടത്ത് റേറ്റ് കൂടുതലാണ്. ആ മാട് വാങ്ങുന്നിടത്താണ് ഞങ്ങളും ഈ എല്ലാ കടകളിലും 440 രൂപ ബോർഡ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അവർ മാട് മേടിക്കുന്ന സ്ഥലത്ത് പോയാണ് ഞങ്ങൾ മാട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂലിച്ചെലവും ജോലിക്കാശും ഒക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പരാജയത്തിലായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ 4 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് 4 ലക്ഷം രൂപ പുറത്ത് എമൗണ്ടും അതിൻ്റെ GST എല്ലാം കൂടെ തന്നെ ഞങ്ങൾക്ക് അടയ്ക്കണം. ഇതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ എമൗണ്ട് തന്നെ വലിയൊരു എമൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ അഞ്ചൽ മാർക്കറ്റിൽ കന്നാലി വരുന്നത് തന്നെ റേറ്റ് കൂടുതലാണ്. ആ റേറ്റ് അതേ തൊട്ടടുത്ത ആലഞ്ചേരിയിലായാലും അഞ്ചലായാലും 1000 രൂപ കൊളുത്തുപ്പഴ ഈ കടകളിലെല്ലാം ഈ 440 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. അവർ പോയി സാധനം എടുക്കുന്നതാണ് ഞങ്ങളും പോയി സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ മാട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ കടകളും റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങളും കുറയ്ക്കാൻ തയ്യാറാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് നീങ്ങുന്നതിനൊപ്പം നിയമ നടപടികൾ സ്വീകരിക്കാനും നാട്ടുകാർ തീരുമാനിച്ചതായി പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹോംബാലി ഫിലിംസിന്റെ കാന്താര സിനിമയുടെ 2ാം ഭാഗം കേരളത്തിൽ ഒക്ടോബർ 2 തന്നെ പ്രദർശിപ്പിക്കും. സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് പിൻവലിച്ചു. കന്നഡ, ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും ഫിയോക്കും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് തീരുമാനം. സിനിമയുടെ ആദ്യ 2 ആഴ്ചയിലെ കളക്ഷനിൽ 55% വിതരണക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ ആദ്യത്തെ 2 ആഴ്ച ഹോൾഡ് ഓവർ ഇല്ലാതെ 55%വും 2ാമത്തെ ആഴ്ചയിൽ 50% വീതവും വിതരണക്കാർക്ക് നൽകാമെന്നും ധാരണയിലെത്തി. ഹോൾഡ് ഓവർ ഇല്ലാതെ പ്രദർശിപ്പിക്കാമെന്ന നിലപാടിനെ സ്വാഗതം ചെയ്താണ് പൃഥ്വിരാജും ലിസ്റ്റൺ സ്റ്റീഫനും ഈ തീരുമാനം അംഗീകരിച്ചത്. 2022 ഋഷഭ് ഷെട്ടി സംവിധാനത്തിൽ റിലീസ് ചെയ്ത വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര. ചിത്രത്തിന് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭ് ഷെട്ടിക്ക് ലഭിച്ചു. കാന്താരയുടെ 2ാം ഭാഗം കന്നഡ, ഹിന്ദി, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ബംഗാളി ഭാഷകളിലായി ഒക്ടോബർ 2 റിലീസ് ചെയ്യും. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായതിനാൽ തന്നെ റിലീസ് വിലക്ക് പിൻവലിച്ചത് പ്രേക്ഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. 40 വർഷത്തിനു ശേഷം KSRTC കോടികൾ ലാഭത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും മന്ത്രി. പത്തനാപുരം KSRTC യൂണിറ്റിൽ ബ്രാൻഡ് ബസ്സുകളുടെയും ഗ്രാമീണ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. 40 വർഷത്തിനു ശേഷം KSRTC കോടികളുടെ ലാഭത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ അഭിമാന ദിവസങ്ങളാണ്. 40 വർഷത്തിന് ശേഷം KSRTC 1,57,00,000 രൂപ ലാഭമുണ്ടാക്കിക്കൊണ്ട് മുന്നേറിയ ദിവസങ്ങളാണ്. ഇതിൻ്റെ 10,16,00,000 രൂപ വരുമാനം കിട്ടുമ്പോൾ 1,57,00,000 രൂപ ലാഭമാണ്. അതായത് 1,19,00,000 രൂപ വർഷങ്ങളായി നമ്മൾ എടുത്തു കൂട്ടിയ കടത്തിൻ്റെ തിരിച്ചടവും പോയതിന് ശേഷം ആ 1,19,00,000 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എല്ലാ ദിവസവും അടയ്ക്കുന്നുണ്ട്. നമ്മൾ അത് അടച്ചതിന് ശേഷം KSRTCയുടെ ലാഭം 1,57,00,000 രൂപയ്ക്ക് മുകളിൽ വരികയും തൊട്ടടുത്ത ദിവസമായ മെനഞ്ഞാന്ന് KSRTCയുടെ ലാഭം ഏതാണ്ട് 20,00,000 രൂപയുണ്ട്. അപ്പം നഷ്ടത്തിൽ നിന്ന് ഇതിനെ കരകയറ്റാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയുടെ പ്രശംസ നേടാൻ കഴിഞ്ഞു.
ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ പ്രസ്ഥാനത്തെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു അഭിനന്ദന സന്ദേശമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം KSRTC മാനേജ്മെൻറ്റിനെയും ജീവനക്കാരെയും അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു സ്ഥാപനം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ ഒറ്റക്കെട്ടായി ഉയർന്നു പൊങ്ങിയ കാഴ്ചയാണ് കണ്ടത്. KSRTCയിൽ അഭിമാനകരമായ നേട്ടമാണ് സ്വന്തമാക്കിയതെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരം KSRTC യൂണിറ്റിന് പുതിയതായി അനുവദിച്ച പുതിയ ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീണ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ 10,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 9 വർഷം കൊണ്ട് 10,000 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിന് നൽകിയത്. പക്ഷേ ബഹുമാനായ ധനകാര്യമന്ത്രിയും ഞാനും തമ്മിൽ ആലോചിച്ച് ഈ ബാറ്ററി ബസ്സുകളൊന്നും ഇനി വേണ്ട, നമുക്ക് മൈലേജ് കൂടുതലിടുന്ന പുതിയ ബസ് വാങ്ങണമെന്ന തീരുമാനത്തോടെ അദ്ദേഹം 108 കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വായിച്ചത്. ആ പണം മുഴുവൻ അദ്ദേഹം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭരണാനുമതി നൽകുകയും നമ്മൾ വാഹനങ്ങൾ വാങ്ങുകയും ചെയ്യുകയാണ്. വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ഒറ്റ കാര്യം ആലോചിക്കുക, KSRTC ചരിത്രത്തിൽ ഇത്രയധികം കാറ്റഗറി ബസ്സുകൾ, അതായത് സൂപ്പർ ഡീലക്സ് വോൾവോ ബസ് മുതൽ മിനി ബസ് വരെയുള്ള ബസ്സുകളുടെ ഒരു വലിയ നിര ഒരിക്കലും KSRTCയിൽ ഉണ്ടായിട്ടില്ല. ഈ നിരയ്ക്കൊരു ലക്ഷ്യമുണ്ട്. ഏറ്റവും സാധാരണക്കാർ യാത്ര ചെയ്യുന്ന മലയോര മേഖലകളും തീരപ്രദേശങ്ങളും തുടങ്ങി അത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നടത്തുന്ന സർവീസുകൾ വരെ ഒറ്റയടിക്ക് പരിഷ്കരിക്കുന്ന ആദ്യത്തെ സംരംഭമാണ്. ഏതാണ്ട് 155 വണ്ടിയോളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ 300-ലധികം വണ്ടികൾ വരും ദിവസങ്ങളിൽ വണ്ടികൾ വരും. ഈ സർക്കാർ അനുവദിച്ച 108 കോടി രൂപ കൂടാതെ മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്നുകൂടി പൈസ സംഘടിപ്പിച്ച് ഞാൻ ഇനിയും വണ്ടി വാങ്ങിക്കും. KSRTCയിൽ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാനും ലാഭമില്ലാതെ നടത്തുന്ന സർവീസുകളെയും അനുവദിക്കില്ല. ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി വെറുതെ ഓടിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് എനിക്കൊരു ഷെഡ്യൂൾ കൊണ്ട് കാണിച്ചു. 12 മണിക്ക് ഇവിടെ എത്തുന്നൊരു വണ്ടി 12 മണിക്ക് പൂക്കുളഞ്ഞിക്ക് പോയി അവിടെ നിന്ന് കറങ്ങി തിരിച്ചു. ആരും കാണൂല. ആ ഭാഗത്തങ്ങ് ഒരു മനുഷ്യൻ ഈച്ച പൂച്ച. രാവിലെ വിട്ടാൽ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോകുന്നവർക്ക് പ്രയോജനമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാൻ പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോകാൻ പ്രയോജനമുണ്ട്. ആർക്കും പ്രയോജനമില്ല. എഴുതി വെച്ചിരിക്കുകയാണ്. കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പൂങ്കുളഞ്ഞി 12 മണിക്ക് പോയിട്ട് 12:45 തിരിച്ചു. എന്തിനു ഡീസൽ കളയുന്നത്? പോകേണ്ട. അങ്ങനെയുള്ള ഒരു ട്രിപ്പും വെക്കാൻ പാടില്ല. കംപ്ലീറ്റ് ഡെഡ് മൈലേജ് പോകുന്ന ഒരു ട്രിപ്പും പാടില്ല. നിങ്ങൾ വണ്ടി ഒതുക്കിയിട്ടേ കൊല്ലത്തുനിന്ന് വന്ന വണ്ടി ഇവിടെ കിടക്കട്ടെ. അടുത്ത 2:30 മണിക്കോ 3 മണിക്കോ ആളുള്ള സമയത്ത് വണ്ടി പോയാൽ മതി. അതുവരെ ഡ്രൈവറും കണ്ടക്ടറും വിശ്രമിച്ചാലും KSRTC നഷ്ടമില്ല. ഒരു ഷെഡ്യൂളും ഇനി അങ്ങനെ എഴുതാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ ലിങ്ക് ബസ് അടക്കം ഒരു ഷെഡ്യൂളും അനാവശ്യമായി എഴുതാൻ പാടില്ല. ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. തുളസി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, KSRTC പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മൂഴിയാറിലെ 46 പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഇടമൊരുങ്ങുന്നു. ഇവർക്കുള്ള പുനരധിവാസത്തിന് 4 ഏക്കർ ലഭ്യമാക്കുമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. മൂഴിയാറിലെ മലമ്പണ്ടാരം കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മൂഴിയാറിലെ 46 പട്ടികവർഗ കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിന് സ്ഥലമൊരുക്കുമെന്ന് മന്ത്രി OR കേളു. മൂഴിയാറിലെ മലമ്പണ്ടാരം കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. KSEBയുടെ കൈവശമുള്ള വനംവകുപ്പിന്റെ 4 ഏക്കർ ഭൂമി ലഭ്യമാക്കും. പട്ടികവർഗ വകുപ്പും KSEBയും വനം വകുപ്പും ഇത് സംബന്ധിച്ച് കരാർ തയ്യാറാക്കും. വർഷങ്ങളായി വനാന്തരങ്ങളിൽ താമസിക്കുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഉപജീവനവും അടിസ്ഥാന സൗകര്യവും വകുപ്പ് ഉറപ്പാക്കും. നിലവിൽ ശബരിഗിരി പദ്ധതിയോടനുബന്ധിച്ച് KSEBയുടെ കൈവശമുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്ക് വീട്, കുടിവെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനു മുമ്പ് മന്ത്രി സ്ഥലം സന്ദർശിച്ചു. വനാവകാശ നിയമപ്രകാരം 38 കുടുംബങ്ങൾക്ക് ലഭിച്ച 1 ഏക്കർ ഭൂമിയും ഉടൻ കൈമാറും. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിലെ മൂഴിയാർ പ്രദേശത്തെ 46ഓളം വരുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പും KSEBയും ജില്ലാ കലക്ടറും ഡയറക്ടർമാരും മറ്റനുബന്ധ ഉദ്യോഗസ്ഥന്മാരും ചേർന്നിട്ടുള്ള ഒരു ഉന്നതതല യോഗമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. യോഗത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ 46 കുടുംബങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 4 ഏക്കർ ഭൂമി അവരുടെ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 46ഓളം കുടുംബം നിലവിൽ താമസിക്കുന്ന ശബരിഗിരി
പദ്ധതിയോടനുബന്ധിച്ച് KSBയുടെ കൈവശമുള്ള ഭൂമിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വീട്, കുടിവെള്ളം, വൈദ്യുതി, മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് അതിനോടനുബന്ധിച്ച് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്. മൂഴിയാർ KSCB ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ചേർന്ന യോഗത്തിൽ കോന്നി MLA KU ജനീഷ് കുമാർ, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ. അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് മേള കുണ്ടറയിൽ സംഘടിപ്പിച്ചു. വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ചന്ദനത്തോപ്പ് RI സെന്ററിൽ മേള നടത്തിയത്. കുണ്ടറ KEL അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ S ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പ്രധാനമന്ത്രി അഖിലേന്ത്യാ ഷിപ്പ് മേള ചന്ദനത്തോപ്പ് RI സെന്ററിൽ നടത്തിയത്. കുണ്ടറ KEL അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ S ബാബു ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു സാധാരണ ചടങ്ങ് മാത്രമല്ല, നമ്മളെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഈ മേളയുടെ പ്രസക്തമായ കാര്യം. കേരളത്തിൽ നിരവധി ITIയുടെ ITCകൾ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. തിരുവനന്തപുരം കൊല്ലം മേഖല ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് മേധാവി SV അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അപ്രന്റീസ് മേളയ്ക്ക് എത്തിച്ചേർന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പ്രതിനിധികൾക്കും അതിനോടൊപ്പം ഇതിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അപ്രന്റീസ് മേള 2-3 RI സെന്ററുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രന്റീസ് മേളയ്ക്ക് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്രന്റീസ് മേളകൾക്കും നിന്നും ഒരല്പ വ്യത്യാസം ഇവിടെ കാണുന്നുണ്ട്. മറ്റു മേളകൾക്ക് കുട്ടികളുടെ ഒരു പ്രാതിനിധ്യം കുറവായി കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ വിദ്യാർത്ഥികളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. ട്രെയിനിംഗ് ഓഫീസർ ബിനുകുമാർ സ്വാഗതം പറഞ്ഞു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് എൻഗേജ്മെന്റ് ഓഫീസർ നിഖിൽ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ITI പ്രിൻസിപ്പൽ MK അനില, വൈസ് പ്രിൻസിപ്പൽ A ഷാജഹാൻ, വനിതാ ITI പ്രിൻസിപ്പൽ P സജിത, ട്രെയിനിംഗ് ഓഫീസർ K സൂര്യകുമാരി, പ്രൈവറ്റ് ITI മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി സണ്ണി മൈക്കിൾ, കൊല്ലം BTC പ്രിൻസിപ്പൽ J ജെസി, ജൂനിയർ അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ P സുരേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പെരുമൺ പേഴുംതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി മൺട്രോതുരുത്ത് സന്ദർശനത്തിന്റെ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പാലത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 435 മീറ്റർ നീളമുള്ള പാലത്തിന്റെ 13 സ്പാനുകളിൽ 10 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ശേഷിക്കുന്ന 3 സ്പാനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് വളരെയേറെ സ്വീകാര്യതയുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോതുരുത്തിന്റെ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇപ്പോൾ പരമാവധി മൺട്രോതുരുത്തിന്റെ സൗന്ദര്യത്തെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഒരു പരിധിവരെ വിജയിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ആവശ്യമായ മറ്റ് വികസനങ്ങളിൽ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പാലം തന്നെ ഇതിന്റെ പ്രവൃത്തി. പെരുമൺ പാലം ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന വികസനമായാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ 13 സ്പാനുള്ളതിൽ 10 സ്പാന്റെയും പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇതൊരു ടൂറിസം ആംഗിളിൽ ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജായി മാറ്റുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഷെഡ്യൂൾ പ്രകാരം പ്രവൃത്തി മുന്നോട്ട് പോകും. ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ BM പ്രവൃത്തി ഏറെക്കുറെ പൂർത്തീകരിച്ചു. ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോകുന്നു. ഇതുപോലെ ഇവിടെ വേണ്ട പശ്ചാത്തല വികസനവും മറ്റ് സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ്. ജില്ലയുടെ ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തും. ജൈവ വൈവിധ്യ സർക്കിട്ട് പൂർത്തിയാകുന്നതോടെ കായൽ, കടൽ, മലയോരം എന്നിവ നിറഞ്ഞ തുറമുഖ നഗരമായി കൊല്ലം മാറും. ഫാം ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ജില്ലയാണ് കൊല്ലം. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ട് വരുന്നതോടുകൂടി ജില്ലയുടെ ചിത്രം മാറും. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടായി ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടുള്ള കൊല്ലം മാറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ പോയ സ്ഥലം കണ്ടല്ലോ, ആ സ്ഥലമൊക്കെ ഒരു 2026 ജനുവരി ആകുമ്പോൾ ചിത്രം തന്നെ മാറും. ബ്രേക്ക് വാട്ടർ ടൂറിസം, അഡ്വഞ്ചർ സ്പോർട്ട് ടൂറിസം, ജൈവ വൈവിധ്യം എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര വികസനമാകും ജില്ലയിൽ സാധ്യമാക്കാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലത്തിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. കായലും കടലും മലയോരവും ഒക്കെ അടങ്ങിയ കൊല്ലം കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രക്കിംഗ് കേന്ദ്രമായി കൊല്ലത്തെ മാറ്റാനുള്ള മലകയറ്റൽ പരിശീലനം കൊട്ടാരക്കരയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്.
അപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട KN ബാലഗോപാലുമായി ഞാൻ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് പ്രത്യേക താല്പര്യമുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൊല്ലത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടെ ടൂറിസം വകുപ്പിന് നൽകാറുണ്ട്. എസ് വളവിൽ നിന്നാരംഭിച്ച് യാത്ര പെരുമൺപാലം വഴി കാരുത്രക്കടവിൽ അവസാനിച്ച ശിക്കാരവള്ളത്തിലെ യാത്രയിൽ മൺട്രോത്തുരുത്തിലെ വിനോദസഞ്ചാര സാധ്യതകൾ അദ്ദേഹം വിലയിരുത്തി. ടൂറിസം അഡീഷണൽ സെക്രട്ടറി D. ജഗദീഷ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഷാനവാസ് ഖാൻ, DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ, PR മഞ്ജുഷ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നിഷ, പ്രിയ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ നാടകോത്സവത്തിനാണ് തുടക്കമായത്. VA ശങ്കരൻ പോറ്റി, CR മനോജ് സ്മരണാർത്ഥമാണ് നാടകോത്സവം സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച സമാപിക്കും. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ VA ശങ്കരൻ പോറ്റി, CR മനോജ് നാടകോത്സവത്തിന് തിരിതെളിഞ്ഞു. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടകങ്ങളെല്ലാം കളിച്ചിരുന്നത് ക്ഷേത്രപ്പറമ്പുകളിലാണ്. ഇടക്കാലത്ത് വെച്ച് ആരാധനാലയങ്ങളിൽ നിന്നും നാടകത്തെ പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിലും കളിക്കപ്പെട്ടുകൊണ്ടിരുന്ന വേദി കിട്ടാതെ നാടകം പലതുപോലെ ബുദ്ധിമുട്ടി, നല്ലതുപോലെ കിതച്ചു. ആ സമയത്ത് നാടകത്തെ പിടിച്ചുയർത്തിയത്, താങ്ങി നിർത്തിയത് ആവാസിനെ പോലെ നാട്ടിൻപുറങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമാണ്. ഇവിടെയും രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ പേരിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ നാടിന് ആ കുടുംബവുമായുള്ള ബന്ധം അഭേദ്യമായതാണ്. വെങ്കട്ടക്കൽ ഇല്ലത്തെ ശങ്കരൻ പോറ്റി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ദേശായി വായനശാലയെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നയാൾ ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യാതിഥിയായി. ാണ് ഏറ്റവും ഇഷ്ടം, എല്ലാം മറന്നു കളയാൻ. ഈ മറവിയുടെ കാലത്ത് ഇത്തരം ചില ഓർമ്മകൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുകയോ നമുക്ക് മുന്നേ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്ത നല്ല വ്യക്തിത്വങ്ങളെ സ്മരിക്കാൻ ഇത്തരം ആഘോഷങ്ങളിൽ സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു മഹത്വമാണ്. ഒരു നാടകം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതല്ല, അതിൽ അപ്പുറം ഒത്തിരി നല്ല ചിന്തകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സ്വാഗത പ്രസംഗം പറയുകയുണ്ടായി. അതായിരിക്കണം സംഘാടനത്തിന്റെ ഉദ്ദേശവും. G. ഹരികുമാർ അധ്യക്ഷനായി. സുജിത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. സുജാതൻ എന്നുള്ള പേര് കേട്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഒരു പിക്ചറിലെങ്കിലും കാണുന്നത് എന്നുള്ളതാണ്. അപ്പം അത് എൻ്റെ ഒരു പോരായ്മയാണ്. കാരണം എനിക്ക് എന്നെ വന്നപ്പോഴും അരിമാ സാർ ചോദിച്ചു, നാടകം കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കാണാറില്ല. സത്യത്തിൽ നാടകം മാത്രമല്ല, കല ഏത് തന്നെ, കഥകളിയാണെങ്കിലും ഒരു ഡാൻസ് ആണെങ്കിൽ പോലും, ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിലും സത്യത്തിൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻബോണായിട്ട് നമുക്ക് ഒരു ജെനറ്റിക്കലായിട്ടൊരു ഇൻക്ലിനേഷൻ വേണം. അതിനൊക്കെ ഒരു നമ്മളിപ്പോൾ ഈ IQ എന്ന് പറയത്തില്ലേ, ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് എന്ന് പറയുന്ന കണക്ക് ഇതിനൊക്കെ ഒരു ആസ്വാദനത്തിന് ഒരു കോഷ്യൻ്റ് ഉണ്ട്. സ്പിരിച്വൽ ആണെങ്കിൽ സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയും, ഇമോഷണലായിട്ടൊരു കാര്യമാണെങ്കിൽ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും. ഇതേപോലെ ജനറ്റിക്കലി നമുക്ക് അതിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു 2 മണിക്കൂർ ഒരു നാടകം അങ്ങനെ എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റത്തില്ല. അത് ആസ്വദിക്കുന്നവർക്ക് മാത്രം കാണാനുള്ള ഒരു സംവിധാനമാണ്. അജിൻ ജി നാഥ്, V. സദാശിവൻ, ബിന്ദു വിജയകുമാർ, ശ്രീലത, CO കണ്ണൻ, D. ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. നാടകോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 15-ന് അഞ്ചലിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P. ലിലീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം സെപ്റ്റംബർ മാസം 15-ാം തീയതി അഞ്ചലിൽ വെച്ച് ചേരുകയാണ്. അതിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘാടക സമിതി കഴിഞ്ഞ 10 ദിവസം മുമ്പ് യോഗം ചേർന്ന് വിവിധ പരിപാടികളോടെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലയിൽ വോളിബോൾ ടൂർണമെൻറ്റ്, സഹകരണ ശില്പശാല, പ്രവാസി സംരംഭക മീറ്റ്, പൊതുസമ്മേളനം, അലോഷിയുടെ ഗാനമേള, ഇന്ന് ആ നിലയിൽ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 15-ന് അഞ്ചലിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P. ലിലീസ് ഉദ്ഘാടനം ചെയ്യും. ഈ ജില്ലയിൽ ഈ സംഘടനയ്ക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും വളർച്ചകളും പോരായ്മകളും തലനാരിഴ കീറി വിമർശനവും സ്വയംവിമർശനവും നടത്തി വരുന്ന 3 വർഷക്കാലം ഈ സംഘടന ഈ ജില്ലയിലെ ഏറ്റവും വലിയ പ്രവാസി
സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഏറ്റവും വലിയ സംഘടനയായി കെട്ടിപ്പടുക്കുന്നതിനുള്ള വിശദമായ ചർച്ചകളാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. മറ്റു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് കേരളം പ്രവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി പ്രവാസികളുടെ പുനരധിവാസമാണ്. പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗവൺമെൻറ്റും പൂർണ്ണമായി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ധാരണ ഈ സംഘടനയ്ക്കില്ല. അതിൻ്റെ ഫലമായി ഈ സംഘടന കഴിഞ്ഞ ഗുരുവായൂർ കൺവെൻഷനിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഒരു നിവേദനം നൽകുവാൻ തീരുമാനിച്ചു. പ്രവാസികൾക്ക് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ഒരു മിഷൻ രൂപീകരിക്കണം, പ്രവാസി മിഷൻ രൂപീകരിക്കണമെന്ന നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റുമായും മുഖ്യമന്ത്രിയുമായിട്ടെല്ലാം ഒട്ടേറെ സംവാദങ്ങളും ചർച്ചകളും എല്ലാം നടത്തിയതിൻ്റെ ഫലമായി കഴിഞ്ഞ ലോക കേരള സഭയിൽ കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് പ്രവാസികൾക്ക് വേണ്ടി മിഷൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വരുന്ന 2026 ജനുവരി മാസം 23-24 തീയതിയിൽ കൂടുന്ന ലോക കേരള സഭയിൽ വെച്ചത് പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല അത് പ്രാബല്യത്തിൽ വരികയാണ്. അത് ഗവൺമെൻറ്റുമായി എല്ലാം ഒപ്പിട്ടിട്ടുകൊണ്ട് അത് നിയമത്തിൽ വന്നു കഴിഞ്ഞു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ അധ്യക്ഷത വഹിക്കും. CPM സംസ്ഥാന സമിതി അംഗം MH ഷാരിയർ, CPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, സംഘാടക സമിതി ചെയർമാൻ D വിശ്വസേനൻ, കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന്, ജില്ലാ ട്രഷറർ C അജയകുമാർ, സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട്, സംഘാടക സമിതി കൺവീനർ ജഫർ ഖാൻ തുടങ്ങിയവർ പങ്കെടുക്കും. സെപ്റ്റംബർ 13 വൈകുന്നേരം 7 മണിക്ക് അഞ്ചൽ പൊതുമൈതാനിയിൽ അലോഷി നയിക്കുന്ന ഗസൽ സന്ധ്യയും നടക്കും. സംഘാടക സമിതി ചെയർമാൻ D വിശ്വസേനൻ, സംസ്ഥാന സെക്രട്ടറി കൃഷ്ണപിള്ള, ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന്, ജില്ലാ പ്രസിഡന്റ് M ശശിധരൻ, C അജയകുമാർ, ജബ്ബാർ തേക്കിൽ, ജാഫർ ഖാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 500-ൽ നിന്ന് ഒറ്റയടിക്ക് 2000 രൂപയായി വർദ്ധിപ്പിക്കുകയും തുടർന്ന് 3000-ഉം 3500-ഉം അത് പരമാവധി 7000 രൂപ വരെ കൊടുക്കുന്ന നിലയിലേക്ക് ആ ക്ഷേമനിധി ബോർഡിനെ ഒരു പ്രസ്ഥാനമായി വളർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ND പ്രൈം പദ്ധതി പ്രകാരം 30 ലക്ഷം രൂപ വരെ ഗവൺമെൻറ്റിൻ്റെ പലിശ കുറഞ്ഞ വായ്പ കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ട്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് പ്രവാസി മേഖലയിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രവുമല്ല, പ്രവാസികൾക്ക് അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കേണ്ട ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. അത് പറയാനുണ്ടാകുന്ന കാരണം, എമിഗ്രേഷൻ ഇനത്തിൽ വിദേശകാര്യ വകുപ്പിൻ്റെ കൈവശം തന്നെ 40,000 കോടി രൂപ പ്രവാസികൾ അടച്ചിട്ടുള്ള തുകയുണ്ട്. അത് മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണ്ടേ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. രാജവെമ്പാലയെ പിടികൂടി. തെന്മല RRT സംഘമാണ് വിവിധയിടങ്ങളിൽ നിന്നും 2 രാജവെമ്പാലയെ പിടികൂടിയത്. ഇടമൺ, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ നിന്നാണ് രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്തത്. തെന്മല RRT സംഘമാണ് വിവിധയിടങ്ങളിൽ നിന്നും രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്തത്. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നുമാണ് തെന്മല RRT സംഘം രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്തത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ V രാധാകൃഷ്ണൻ, ഫോറസ്റ്റ് വാച്ചർമാരായ അമ്പാടി, ജോമോൻ, ദേവദത്തൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്. ഇടമൺ ആനപ്പേട്ട കൊങ്കലിൽ നിന്നും വീടിനുള്ളിൽ കയറിയ രാജവെമ്പാലയും തെന്മല RRT സംഘം പിടികൂടി. എടുത്തു, കുഴപ്പമില്ല, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. വാലകത്തോട്ട് കയറ്റി, വാലകത്ത് കയറ്റിയേ. ഫ്രണ്ട് ഇങ്ങോട്ട് നിൽക്കുക. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇങ്ങോട്ട്. ആ ഇല്ലല്ല, എല്ലാം അങ്ങേ മൂലക്കായേട്ടാ. രാധപ്പാ നോക്കിക്കോണേ, പാമ്പ് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഇങ്ങോട്ട് വാ. അവിടെ കുത്തിക്കൊട്. RRT SFO S പ്രശാന്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ V രാധാകൃഷ്ണൻ, ബിജി സദാശിവൻ, ഫോറസ്റ്റ് വാച്ചർമാരായ ജോമോൻ, ദേവദത്തൻ, ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനപ്പെട്ട കുങ്കലിൽ നിന്നും പാമ്പിനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരം വിതരണം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മേക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവറ കോവിൽ തോട്ടത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദരവ്, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മേക്കാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാര വിതരണം നടത്തിയത്. മികവ് 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് രാജീവ് ഗാന്ധി സ്മാരക പുരസ്കാരം വിതരണം ചെയ്തത്.
ചടങ്ങിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് മുൻ വാർഡ് പ്രസിഡന്റുമാരെ ആദരിച്ചു. പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി കോളത്ത് വേണുഗോപാൽ ഉദ്ഘാടനവും ആദരവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിൽ ശ്രീ കോയിവിള രാമചന്ദ്രൻ, അതുപോലെ തന്നെ ശ്രീ K. സുരേഷ് ബാബു, CP കുട്ടപ്പൻ നായർ, അതുപോലെ തന്നെ ശ്രീ കോയിവിള വിജയൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ശ്രീ പറക്കാട്ട് രാമൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹമായിരുന്നു ദീർഘകാലം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. അങ്ങനെയുള്ള ഒരുപറ്റം നേതാക്കന്മാരാണ് പന്മനയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിത്തുവാങ്ങിയത്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ ഒന്നും ഓർക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പന്മനയിലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ വർത്തമാനം കേട്ടാൽ ഞാനടക്കമുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെന്നാണ്. ഞങ്ങളിവിടില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടിയൊന്നും ഉണ്ടാകില്ല. എൻ്റെ സമ്പത്തും എൻ്റെ പണവും ഞങ്ങളുടെ ആരോഗ്യവുമാണ് ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തലമുറയെ മറന്നുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മളാണ് കോൺഗ്രസ് ഉണ്ടാക്കിയതെന്ന് പലപ്പോഴും പലരും അവകാശപ്പെടുന്നു. ഞാൻ അങ്ങനെ അവകാശപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രം. ഞാൻ ദീർഘനാളുകളിൽ കോൺഗ്രസിന് വേണ്ടി മർദ്ദനമേറ്റിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ. പക്ഷേ ഞാനതൊന്നും എങ്ങും അവകാശപ്പെടാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുള്ളതാണ്. കാരണം എൻ്റെ ചുമതലയായിരുന്നു അതിൽ പങ്കുവഹിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ പലപ്പോഴും മർദ്ദനങ്ങളേക്കേണ്ടി വന്നു, പലപ്പോഴും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. അതൊക്കെ നമ്മുടെ ഒരു ചുമതലയുടെ ഭാഗമാണ്. അത് അവകാശപ്പെടാനുള്ളതല്ല. അങ്ങനെ നമ്മൾ പ്രയാസപ്പെടാനും ബുദ്ധിമുട്ടാനും സഹിക്കാനും തയ്യാറായതുകൊണ്ടാണ് ഒരു തലമുറയെ കോൺഗ്രസിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് A. അഖിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് ജനറൽ സെക്രട്ടറി ടിജിൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സുഹൈൽ നെറ്റിയാട്ട്, അനന്തകൃഷ്ണൻ കോലത്ത്, RH ഡിക്രൂസ്, അലൻ ടെറി, S. രതികുമാർ, അനിൽ മേക്കാട്, മോഹനൻ, വിൻസെന്റ്, ജയകൃഷ്ണൻ, നിഖില തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൃദയനൊമ്പരത്തോടെ ഐസക് ജോർജിന് വിട. അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവനേകിയ ഐസക് ജോർജിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ആയിരങ്ങൾ. കുണ്ടറ ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഐസക് ജോർജിന് അന്ത്യവിശ്രമം ഒരുക്കിയത്. വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം. വീട്ടിലുണ്ടായിരുന്നവരും ലോറി ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ 10 അടി കാഞ്ഞുവയലിന് സമീപമായിരുന്നു അപകടം. പുതിയ പരിഷ്കാരങ്ങൾ ഫലം കണ്ടു. 40 വർഷത്തിന് ശേഷം KSRTC കോടികൾ ലാഭത്തിലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. വിമാനയാത്ര പോലെ സൗകര്യമുള്ള പുതിയ ബസ്സുകൾ നിരത്തിലിറക്കും. ജീവനക്കാർ ബസ്സിനെ സ്വന്തം വാഹനം പോലെ സൂക്ഷിക്കണമെന്നും മന്ത്രി. പെരുമൺ പേഴുംതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാലത്തിന്റെ നിർമ്മാണം അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നും മന്ത്രി. വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി മൺട്രോതുരുത്തിൽ മന്ത്രിയുടെ സന്ദർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.